ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെ പോലെ ഇന്നും ഓൾമോസ്റ്റ് ഒരു 4 കമ്പനീസിൻ്റെ 10-60-70ഓളം വേക്കൻസീസൊക്കെയാണ് ഞാൻ ഇന്ന് വന്നേക്കണേ. ഞാനിപ്പോൾ ഇടുന്നതും ഒരു ഗൾഫ് ബേസ്ഡ് കമ്പനീസിൻ്റെ, അതായത് ദുബായ്, ഖത്തർ, സൗദി, ഒമാൻ, അബുദാബി, ഷാർജ, അങ്ങനത്തെ ദുബായ് ബേസ്ഡ് കമ്പനീസിൻ്റെ ഗൾഫ് കൺട്രീസിലെ കമ്പനീസിൻ്റെ മേലെ വേക്കൻസീസാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. ആദ്യം തന്നെ നമ്മുടെ ദുബായിലുള്ള എത്തിഹാദ് റെയിൽസിലേക്ക് ഒരു 10ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോർ അസിസ്റ്റൻറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഫിനാൻസ് അനാലിസിസ്റ്റ്, പിന്നെ ഒരു സീനിയർ സെയിൽസ് മാനേജർ, അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ഗ്രോത്ത് മാനേജർ, പിന്നെ വരുന്നത് പ്രിൻസിപ്പൽ മാനേജർ, നെറ്റ്വർക്ക് പെർഫോമൻസ് മാനേജർ, ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ടെക്നീഷ്യൻ, ഇൻറ്റേർണൽ ഓഡിറ്റർ, പിന്നെ ഓപ്പറേഷൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മാനേജർ. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 9ഓളം വേക്കൻസീസ് ആണ് നമ്മുടെ ഈ എത്തിഹാദ് റെയിലിലേക്ക് വന്നേക്കണേ. അപ്പോൾ മെയിൽ അയക്കേണ്ടത് recruitment@ERINFRA.AE എന്ന് പറയുന്ന മെയിലിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ ആയിട്ട് വരുന്നതാണ് NMDC ഗ്രൂപ്പിലേക്ക് ഒരു 10ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ഡൗൺ ലെവൽ മുതൽ ഹൈ എൻഡ് മാനേജർ ലെവൽ വരെ വന്നിട്ടുണ്ട്. അതായത് ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ജൂനിയർ അക്കൗണ്ടൻറ്റ്, പിന്നെ ഇൻഷുറൻസ് ഓഫീസർ, സീനിയർ അക്കൗണ്ടൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് സൂപ്പർവൈസർ, പിന്നെ റേഡിയോ ഓപ്പറേറ്റർ. എന്നോട് ചോദിച്ചൊരു വേക്കൻസിയാണ് റേഡിയോ ഓപ്പറേറ്റർ വേക്കൻസീസ് ഒക്കെ ഉണ്ടോ. റേഡിയോ ഓപ്പറേറ്റർ, പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റർ, സിസ്റ്റം ഡെവലപ്പർ, മെത്തേഡ്സ് എഞ്ചിനീയർ, പിന്നെ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻറ്റേർണൽ ഓഡിറ്റർ. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസീസ് ആണ് നമ്മുടെ NMDC ഗ്രൂപ്പിലേക്ക് വന്നേക്കുന്നത്. പിന്നെ അവരുടെ മെയിൽ അയക്കേണ്ടത് recruitment@NMDC.AE അല്ലെങ്കിൽ adira.ragesh@NMDCgroup.AE. ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3 മെയിൽ ഐ ഡീസ് ഉണ്ട്. 3 മെയിൽ ഐ ഡീസ് ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എൻ്റെ ഈ ഞാനിടുന്ന വേക്കൻസീസ് എല്ലാം ഒരു രീതിയിലും കൺസൾട്ടൻസീസോ അല്ലാതെ ഒരു ഇടനിലക്കാരും ഇല്ലാതെ ഡയറക്റ്റ് എംപ്ലോയീസ് ടു എംപ്ലോയറാണ്. ഡയറക്റ്റ് കമ്പനിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം, ബയോഡാറ്റ അയക്കാം, അവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാനിടുന്ന എല്ലാ വേക്കൻസീസും. ഈ വേക്കൻസീസ് എല്ലാത്തിൻ്റെയും ബയോഡാറ്റ കമ്പനിയുടെ ഡീറ്റെയിലും കമ്പനിയുടെ വേക്കൻസീസും അതുപോലെ തന്നെ മെയിൽ ഐ ഡീസും ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഷാർജ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്ക് ഒരു 10ഓളം ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ വേക്കൻസീസ്, പിന്നെ സ്കൂൾ നേഴ്സിൻ്റെ വേക്കൻസീസ്, പിന്നെ EYFS ടീച്ചർ, ഹെഡ് ഓഫ് EYFS, പിന്നെ വരുന്നത് സയൻസ് ടീച്ചറിൻ്റെ വേക്കൻസി വരുന്നുണ്ട്, ഹെഡ് ഓഫ് സയൻസ് വേക്കൻസി വരുന്നുണ്ട്, പിന്നെ വരുന്നതാണ് ഫ്രഞ്ച് ടീച്ചറിൻ്റെ വേക്കൻസി വരുന്നുണ്ട്, മെയിൽ ഫീമെയിൽ, പിന്നെ മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസി വരുന്നുണ്ട് സെക്കൻഡറി ലെവൽ. പിന്നെ അത് മെയിൽ അയക്കേണ്ടത് ഈ ഷാർജ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്ക് മെയിൽ അയക്കേണ്ടത് career@sips.ae എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഗ്രാഗാഷ് ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സ്, കൺസൾട്ടൻസ് സ്പെഷ്യലിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, എമർജൻസി മെഡിസിൻ, അങ്ങനത്തെ വേക്കൻസീസ് ഇപ്പോൾ ഒരു 5-6ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. നേഴ്സസിൻ്റെ തന്നെ കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. സ്പെഷ്യലിസ്റ്റ് ആൻഡ് കൺസൾട്ടൻറ്റ് എമർജൻസി മെഡിസിനിലേക്ക് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻറ്റ് നിയോനാട്ടോളജി അതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സ്പെഷ്യലിസ്റ്റ് ഇനീഷ്യേറ്റീവ്സിൽ അതിലേക്ക്. പിന്നെ വരുന്നതാണ് നാലാമത്തായിട്ട് വരുന്നതാണ് എമർജൻസി റൂം നേഴ്സിലേക്ക്, അതായത് രജിസ്റ്റേർഡ് നേഴ്സിലേക്ക് വേക്കൻസി വരുന്നുണ്ട് എമർജൻസി റൂംസിലേക്ക്. പിന്നെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ICU നേഴ്സസിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. ഇങ്ങനെ ഓൾമോസ്റ്റ് 5ഓളം വേക്കൻസീസ് ആണ് നമ്മുടെ ഈ ഗ്രാഗാഷ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണം. മെയിൽ അയക്കേണ്ടത് career@gragash.hospitals.com. പിന്നെ വരുന്നത് jitinkavian@gmail.com, പിന്നെ info@gragash.hospital.com. ഇതിങ്ങനെയുള്ള ഓൾമോസ്റ്റ് ഒരു 4ഓളം മെയിൽ ഐ ഡീസ് ആണ്. മെയിൽ ഐ ഡീസിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. 4ഓളം മെയിൽ ഐ ഡീസ് ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ മെയിൽ അയക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മെയിലിൽ ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുന്ന മെയിലിൽ എപ്പോഴും നിങ്ങൾ സബ്ജക്റ്റിൽ CV ടു ദ പൊസിഷൻ ഓഫ് ഏത് പൊസിഷൻ, അതായത് ഞാനിപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സിലേക്ക് ICUലേക്കാണ് അയക്കുന്നത്, CV ടു ദ പൊസിഷൻ ഓഫ് രജിസ്റ്റേർഡ് നേഴ്സ് ICU എന്ന് തന്നെ പറഞ്ഞ് അയക്കുക. അല്ലെങ്കിൽ മാത്സ് ടീച്ചർ ആണെങ്കിൽ CV ടു ദ പൊസിഷൻ ഓഫ് മാത്സ് ടീച്ചർ അത് മെൻഷൻ ചെയ്ത് അയക്കുക. പിന്നെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ബയോഡാറ്റ അറ്റാച്ച് ചെയ്ത് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റും പോയിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ മൈസെൽഫ് ഐ ഹാവ് ദിസ് മച്ച് ഇയർ ഓഫ് എക്സ്പീരിയൻസ്, ഐ വർക്ക്ഡ് ഇൻ ദിസ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഐ വർക്ക്ഡ് ഇൻ ദിസ് ഹോസ്പിറ്റൽ, ഐ എം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഇൻ യുവർ പ്രോപ്പർട്ടി ഫോർ എക്സ്പ്ലോറിങ് മൈ കരിയർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് അയക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസും പുതിയ വേക്കൻസീസുമായി ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ്. പുതിയ വേക്കൻസീസും പുതിയ മെയിൽ ID കമ്പനീസിൻ്റെ ഡീറ്റെയിൽ എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ സൈനിങ് ഓഫ്. ഈ ക്ലച്ച് ജോബ്സ്.